വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ കുഴപ്പമില്ലാണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നിങ്ങളുടെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഇതാണ് പേപ്പർ, തേർഡ് സെമസ്റ്റർ MCOM ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2024 ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ പാർട്ട് എയില് 7 ചോദ്യങ്ങളിൽ 4 എണ്ണം കിട്ടാൻ ഒരു പാടുമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള 4 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 എണ്ണം ഈസിയും 2-3 എണ്ണം പുതിയത് വരുന്നു. അതുപോലെ തന്നെയായിരുന്നു. നമ്പർ 1, വാട്ട് ഈസ് IDR? ഞാൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സില് ADR, GDR, IDR ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചാണ് വന്നിട്ടുണ്ട്. FPI ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. GDR വന്നു, 3 എണ്ണം അവിടെ തന്നെ കിട്ടി. ദെൻ നെക്സ്റ്റ് യൂറോ ബോൺസ്, AMFI, പെൻഷൻ ഫണ്ട്സ്, ബിറ്റ് കോയിൻ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞ. അപ്പോൾ ഞാൻ പറഞ്ഞ 4 ചോദ്യം ആ രീതിയിൽ തന്നെ കിട്ടി. അപ്പോൾ പാർട്ട് എ കംഫർട്ടബിൾ ആയിരുന്നു. പാർട്ട് ബിയിൽ ഇനി 4 എണ്ണം, അതും വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ദെൻ റോൾ ഓഫ് IFCI, സിഡ്ബിയുടെ നേച്ചർ ആൻഡ് ഫംഗ്ഷൻസ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വൽ ഫണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. BSE ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. 2 എണ്ണം ശരിക്കും പറഞ്ഞ ഞാൻ റിപ്പീറ്റ് പറഞ്ഞതാണ്. ഈ മ്യൂച്വൽ ഫണ്ടും BSEയും. ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ദെൻ ഓപ്പറേഷണൽ മെക്കാനിസം ഓഫ് ഡെറ്റ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, ഡെറ്റ് മാർക്കറ്റ് നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു. പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് PFRDA. അപ്പോൾ പാർട്ട് ബിയിലും 4 എണ്ണം കിട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞൊരു 4 ഏരിയാസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബി. ദെൻ പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർ മണി മാർക്കറ്റ് എസ്സേ. ആദ്യത്തെ എസ്സേ തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി മാർക്കറ്റ്. ദെൻ ഇന്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരു എസ്സേ. ദെൻ പ്രോസസ് ഓഫ് പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. ഞാൻ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടായിരുന്നു എന്തായാലും ഇത് നോക്കണം എന്നുള്ളത്. പബ്ലിക് ഇഷ്യൂവിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അത് സേവ് വന്നിട്ടുണ്ട്. പിന്നെ നേച്ചർ ആൻഡ് റോൾ ഓഫ് IRDA. അപ്പോൾ പാർട്ട് സിയും വലിയ കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ കുഴപ്പമില്ലാണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ചിലർ പറഞ്ഞു നല്ല ഈസി പേപ്പറാണ്, ചിലർക്ക് മോഡറേറ്റ് ആയിട്ട്, ചിലത് വിട്ടുപോയിട്ടുണ്ടാവും പഠിക്കാൻ. അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും അയ്യോ അത് പഠിക്കാൻ വിട്ടുപോയില്ലോ, കഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ. എന്നാലും എന്താണ് പറയുക, ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ 4 എക്സാംസും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത എക്സാംസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ എക്സാമാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.